ഹലോ ജയേഷേൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ മരിയയുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു ബാലരാമപുരത്ത്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. വരുന്ന വഴിക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് ഷോപ്പിൽ കയറിയിട്ട് ബർത്ത്ഡേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ സുഡിയോയിൽ കയറിയിട്ട് ജയേഷേന് വേണ്ടിയിട്ട് 2-3 ഡ്രസ്സ് കൂടി സെലക്ട് ചെയ്തു. അത് കൊണ്ട് വെച്ചേ, ഇതിൻ്റെ മുകളിൽ വെച്ചേ. അവിടെ നേരെ പൂജപ്പുര മണ്ഡപത്തിന്റെ ഫ്രണ്ടിലുള്ള തട്ടുകടയിൽ പോയി നല്ല അടിപൊളി തട്ടുദോശയും കാര്യങ്ങളൊക്കെ പാഴ്സൽ ചെയ്ത് വാങ്ങിച്ചു. ആ ടൈമിൽ ആനശേഷി കേക്ക് എനിക്ക് പൂജപ്പുരയിൽ കൊണ്ടെത്തിച്ചു. അവിടുന്ന് കേക്ക് വാങ്ങി നേരെ അമ്മയുടെ അടുത്ത് പോയി ജാനിയെ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ജാനീനെ അമ്മയുടെ അടുത്തായിരുന്നു. അപ്പോൾ അവളെയും വിളിച്ചിട്ട് വീട്ടിൽ വന്നു. ഇനി ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എബിച്ചേട്ടനും ഫാമിലിയും വരണം. എബിച്ചേട്ടനും ആളും കൊച്ചും വരും. എന്നിട്ട് നമ്മളിവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നു. ഡെക്കറേഷൻ വലുതായിട്ടൊന്നുമില്ല. ഒരു ബാനർ ഉണ്ട്, ദെൻ ഒരു ഹാറ്റ് വാങ്ങിച്ചു, അത്ര തന്നെ. ബലൂൺ അങ്ങനൊന്നും വാങ്ങിക്കാൻ തന്നില്ല. രാത്രി ഊതി വീർപ്പിക്കാനുള്ള ശക്തിയില്ല. ഭയങ്കര ടയർഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും ചേച്ചിയുടെ വരുമ്പോൾ നമ്മൾ കേക്ക് കിട്ടി. പൂജപ്പുരയിൽ നമ്മുടെ ആനച്ചേച്ചി എനിക്ക് അവിടെ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ കേക്കും സെറ്റാണ്. അപ്പോൾ എല്ലാം സെറ്റ്. ഇനി ഞാനും ജാനിമോളും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഡിന്നർ കഴിക്കാൻ പോവാണ്. ഞാൻ അവിടെ തട്ടുദോശ പൂജപ്പുരയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ പോവാണ്. അപ്പോൾ കഴിച്ചിട്ട് ബാക്കി വിശേഷം. ഓക്കെ, ഞാൻ റെഡിയായി. പക്ഷേ ഒരു ബിഗ് സർപ്രൈസ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ ബാനർ മരിയയുടെ വണ്ടിയിലാണ്. അപ്പോൾ രാത്രി 1:30 ഞാനും മാളും ജാനിയും കൂടെ എടുക്കാൻ പോവാണ്. മാള് നല്ല ഉറക്കമായിരുന്നു, ഞാൻ അതൊക്കെ എണീപ്പിച്ച്. ജാനി മോളെ ഹായ് പറ, ഹായ് എന്ന് പറ, വ്യൂവേഴ്സിന് ഹായ് പറ. ആണ് മുട്ടച്ചി പെണ്ണാണ് ഇപ്പോ. ഇത് 2:15 നമ്മൾ ആരും ഉറങ്ങിയിട്ടില്ല. നമ്മൾ ഇവിടെ പണിയിലാണ്. ജാനി ചൂട് ജാനി ചൂട്. സോ മരിയയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോയി എടുത്തുകൊണ്ട് വന്ന ബാനർ ഫിക്സ് ചെയ്യാം. വാ കളറ് അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. ഇതാരാണ് ഈ അനന്തശയനം? ചക്ക എന്തോ ഒരു വാക്ക് പറയണ ചേച്ചി, അല്ല ചക്ക വെട്ടിയിട്ട പോലെ കിടക്കുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് അവശ്യനായി വന്ന് കിടക്കുന്ന എബിച്ചേട്ടൻ, അത് കണ്ട് ആസ്വദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, അത് കണ്ട് അതിൻ്റെ മുന്നേ കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ മോള്. അടുത്ത പോസ്റ്റർ, ഉറക്കങ്ങൾ പലതരം, ഇങ്ങനെ ഉറങ്ങുക. ഞങ്ങളൊരു റീൽ പ്രാക്ടീസിലാണ്. നമ്മൾ റീൽ എടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ റീൽസ് എടുത്ത് തളർന്നിരിക്കുക. എന്നിട്ടും ചേച്ചേട്ട വന്നില്ല. എപ്പോൾ വരും? 3:30 ഇതിൻ്റെയൊക്കെ ഉറക്കം കളഞ്ഞ് എൻ്റെ സ്വാർത്ഥ മോഹങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉറക്കം ഒഴിഞ്ഞിരുന്ന് രാവിലെ എണീറ്റ് ജോലിക്ക് പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യം. എന്താ പറയാനുള്ളത് എന്നെ പറ്റി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അതുകൊണ്ടൊന്നും മിണ്ടുന്നില്ല. എല്ലാവരും ഉറങ്ങി. എബിച്ചേട്ടൻ ഉറങ്ങി, മണിക്കുട്ടി ഉറങ്ങി, ജാനി ഉറങ്ങി. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ ഇരിക്കുന്നു. നമുക്ക് ഉറപ്പമൊന്നും ഇല്ലേ. പക്ഷെ വാള് കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. അതിന്റെ ഇളക്കമാണ് ഈ കാണുന്നത്. ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഇന്ന് പകൽ മൊത്തം തിരക്കായിരുന്നു. ക്ലാസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഈ ഷോപ്പിങ്ങിന് പോയി, അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഫുൾ ഓട്ടമായിരുന്നു. എന്തായാലും ഇപ്പൊ വരുമായിരിക്കും. 3:30 ആയില്ലേ, എത്താറായി. എബിച്ചേട്ടനെ എങ്ങനെയെങ്കിലും വിളിച്ചുണർത്താം. പക്ഷെ മണിക്കുട്ടിയും ജാനിയും ഇനിയിപ്പോൾ എണീക്കും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് ഒന്നും കൂടെ അവരെ വെച്ച് നമുക്ക് കേക്ക് മുറിക്കാം. അപ്പോൾ ഞങ്ങൾ അഡൽസ് ഒള്ളി മാത്രം ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാണിച്ചു തരാം. അതായത് ഞാനൊരു ഹാപ്പി ബർത്ത്ഡേ സോങ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗിറ്റാർ വായിച്ച് പാടണമെന്നായിരുന്നേ, പക്ഷെ ആ ഗിറ്റാറിൻ്റെ 3 സ്ട്രിങ് പൊട്ടിപ്പോയി. ഞാൻ ഈ ഫാൻ ഒന്ന് ഓഫ് ചെയ്തോട്ടെ. അതുകൊണ്ട് അതിന് നടക്കത്തില്ല. ഞങ്ങൾ സിറ്റ് ഔട്ടിൽ വന്നത് ഇരിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ലൈറ്റ് വരുമ്പോഴേ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ചേച്ചിയുടെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്.
ആ ലൈറ്റ് കാണുമ്പോൾ ഞങ്ങൾ പതുക്കെ ഇതിൻ്റെ അകത്ത് കയറിപ്പോയി മിണ്ടാണ്ടിരിക്കും. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. എന്നാലും ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റും. പക്ഷെ ആ ടേണിൽ കാണാൻ പറ്റും. ലൈറ്റ് വരുമ്പോൾ നമുക്ക് അറിയാം, അതറിയാൻ പറ്റും. പക്ഷെ ചേച്ചി അങ്ങനെ ഇരുന്നാൽ നൈസായിട്ട് അറിയാം. ഒന്നെങ്കിൽ ഈ സ്റ്റെപ്പിൽ കയറിയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങറ്റത്ത് വന്നിരിക്കണം. ഇങ്ങറ്റത്തിരുന്നോ? അപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പോവാം. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യുന്നതിന് പിന്നെയും കാരണമുണ്ട്. ചേച്ചി ഉറക്കം എനിക്ക് അതുകൊണ്ട് ചേച്ചിക്ക് ആത്മാർത്ഥത, അതാണ് ആത്മാർത്ഥത. ഓക്കെ, നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുന്നു. പെട്ടെന്ന് വാ, ഉറക്കം വന്നിട്ട് വയ്യ. നമുക്ക് കേക്ക് എന്തായാലും എടുത്തൊന്ന് പുറത്തേക്ക് വയ്ക്കാം. എൻ്റെ ഫ്രിഡ്ജ് നല്ല പുറത്തിലാണോ? യാ, ഓക്കെ ഫൈൻ. സോ ദിസ് ഈസ് ആർ കേക്ക്. അമ്മയുടെ ഓക്കെ, നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ ആനീസ് കേക്കാണ്, ആനി ചേച്ചിയുടെ കേക്ക്. ഓപ്പൺ ചെയ്യാം. വേറൊന്നുമല്ല, ആനീസ് കേക്ക്. ആസ് ഓൾവേസ് ഞാൻ വാങ്ങിക്കുന്ന ആനീസ് കേക്ക് ടെൻഡർ കോക്കനട്ട് ആണ് കേട്ടോ. അത് ജയ്ഷേൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ എന്നല്ലേ പറയാം. ഫേവറേറ്റ് ഫ്ലേവറാണ്. സോ ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഞാൻ കുക്കുമണി അതിന് എടുത്തോണേ, മണിക്കുട്ടി എടുത്തോട്ടെ. ഓക്കേ, അത് കണക്കില്ല, അതിലെടുത്തു. രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഉറങ്ങാൻ പോകും. സമയം ഇപ്പോൾ 4:15. ജേഷിയുടെ വട്ടപ്പാറ എത്തിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഞങ്ങൾ ഒരു സ്പൈ വർക്ക് വഴി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വട്ടപ്പാറയിൽ നിന്ന് ഇവിടെ അരമണിക്കൂർ, എന്തായാലും ഇപ്പോൾ അതിൽ 15 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു 15 മിനിറ്റ് ഉറങ്ങാൻ പോവാണ് അലാമൊക്കെ വെച്ചിട്ട്. ഇനി മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മളിവിടെ രണ്ടുപേരും പോകത്തോലെ കിടന്നുറങ്ങി ചേട്ടാ അതവിടെ ബെല്ലടിക്കുമ്പോഴായിരിക്കും ഞങ്ങൾ എണീക്കുന്നത്. എനിവേ കുറച്ച് നേരം ഉറങ്ങിയിട്ട് വരാൻ തിരിച്ചു, അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു. ഇപ്പം ഈ 5 മണിക്കൊക്കെ വരുന്നതെന്ന് അറിഞ്ഞെങ്കിൽ നേരത്തെ ഞങ്ങൾ കിടന്ന് ഉറങ്ങിയാണ്. 2 മണിക്കൂർ ഉറങ്ങാനുള്ള സമയം. എന്നാൽ ശരി, ബൈ ബൈ. ഞങ്ങൾ വീണ്ടും എണീറ്റു. എനിക്ക് വയ്യ, എൻ്റെ കണ്ണൊക്കെ നമുക്ക് ചെറുതായിട്ട് ബട്ടുണ്ടെന്ന് തോന്നുന്നു. ശരി, ഞങ്ങൾ വീണ്ടും എണീറ്റു. 9 എനിക്ക് റിലേ പോയി. എത്ര മണിയായി? 4:30 കഴിഞ്ഞു. 4:45 പോകുന്നു. ഞാനും ആളും എണീറ്റു. ഇവളാണ് മിടുക്കി. ഇവൾ ഉറങ്ങിയിട്ടില്ല ഇതുവരെ. ഇതൊക്കെ നാളെ സ്കൂളിലൊന്നും പോകണ്ട. പിന്നെ അവൾ ഉറങ്ങാണ്ടിരിക്കുക. ജാനി ഭയങ്കര ഉറക്കം. നൈസായിട്ട് ജാനി ആര്? നീ എപ്പോൾ ഉറങ്ങിയതാണ്? അത് ഇത്തിരി, പിന്നെ ഒരു 5 മിനിറ്റ് പോലും അവൾ ഉറങ്ങിയില്ല. എന്തായാലും ഇനിയിപ്പോൾ എത്താറായി കേട്ടോ. കുറച്ചും വെയിറ്റ് ചെയ്യാം നമുക്ക്. ജയശേഖരൻ എത്തി. ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന സൗണ്ട് കേട്ടു. നമുക്ക് വിഷ് ചെയ്യാം. വരൂ, എല്ലാവരും വരൂ. ഹായ്. എഴുന്നേറ്റ് നമ്മൾ ഇത്ര നേരം ഉറങ്ങില്ല, നിങ്ങൾ ഉറങ്ങണ്ടേ? അതെ അതെ. ചുരിദാറ് നോക്ക്.
കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ 1 അവറാണ് ശരിക്കും ഉറങ്ങിയത്. അതിനുശേഷം ഇപ്പം ഞാൻ എഴുന്നേറ്റ് ക്ലാസ് എടുത്ത് ഉറക്കം തൂങ്ങി ക്ലാസ് എടുത്തിട്ട് വീണ്ടും 1 മണിക്കൂർ ഇനി ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ കിടന്ന് ഉറങ്ങാൻ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിത് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇന്നലെ നല്ല രസമായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം വയ്യ ആർക്കും. ജയേഷേട്ടനും വന്ന സജീവേട്ടനും ഓൾറെഡി ടയേർഡായിട്ടാണ് വന്നത്. പിന്നെ ഞാനും മാളും മാളു ചേച്ചി പിന്നെയും കുറച്ചെങ്കിലും ഉറങ്ങി. ഞാൻ അത്ര പോലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മണിക്കുട്ടി ഉറങ്ങിയിട്ടില്ല. അവളിത് ഇപ്പം നല്ല സുഖമായിട്ട് ഉറങ്ങുന്നു. ജാനിയും കറക്റ്റ് ജയേഷേട്ടൻ വന്നപ്പോൾ തന്നെ അവൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എണീറ്റ് കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സർപ്രൈസൊക്കെ കൊടുത്ത് നല്ലതായിട്ട് ആഘോഷിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. സോ ഇതേപോലെ ഇനി നമുക്ക് പുതിയ വീഡിയോസിലൂടെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ 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 ബൈ.